ഒരു 1.5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മരണം. ഇങ്ങനെ ഓരോ മരണം വരും. ഓരോ ജീവനുകൾ നമ്മുടെ ഈ ലോകത്തുനിന്ന് വിട പറയും. ചിലപ്പോൾ പെട്രോൾ ഒഴിച്ച്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ. എല്ലാ കൊലപാതകങ്ങളും നമ്മുടെ ഈ നാട്ടിൽ നടക്കുകയും ചെയ്യും. അത് വീണ്ടും വലിയ ചർച്ചയാകും. ആ ചർച്ച കഴിയുമ്പോൾ അത് തണുക്കും. ഒരു കുഞ്ഞ്, 1.5 വയസ്സേ ഉള്ള ആ കുഞ്ഞിൻ്റെ ശരീരത്ത് വന്ന പാടുകൾ, മുറിവുകൾ എങ്ങനെ സഹിക്കും? അത് ആ ഒരു വീഡിയോ കേട്ടിട്ട്, ഒരച്ഛൻ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ ദേഹത്തെ മുറിവുകളുടെ കാര്യം പറഞ്ഞിട്ട് ആ കുഞ്ഞ്, അവന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? 1.5 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? അല്ലെ എന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഇറങ്ങി ഓടാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതിനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിനെ കൊണ്ടുകൊണ്ട് വന്ന് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ കുഞ്ഞിനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതവിടെ കൊണ്ടുകൊണ്ട് വന്ന് ആ കുഞ്ഞിനെ ദയനീയമായിട്ട് നോക്കി കരയാം. അത് മാത്രമേ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആ കുഞ്ഞ് എന്തിനാ ഇങ്ങനെ ക്രൂരത കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്? വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളെ നോക്കണ്ട. അതിൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു ആ കുഞ്ഞിനെ ഞാൻ കൊടുക്കാൻ. അതിൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു ആ കുഞ്ഞിനെ ഞാൻ കൊടുക്കാൻ. ഇവൾക്കും അവനും കൊടുത്താൽ പോരായിരുന്നു ആ കുഞ്ഞിനെ? അതിന് ഇങ്ങനെ മൃഗീയമായിട്ട് ഇല്ലാത്ത വേദനകൾ ആ കുഞ്ഞിനെ അനുഭവിപ്പിക്കണമായിരുന്നു? സഹിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ ദേഹത്തെ മുറിവുകളുടെ കാര്യം പറഞ്ഞിട്ട് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞിനെ, എനിക്കറിയത്തില്ല കുഞ്ഞിനെ. പക്ഷേ അത് കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ കണ്ണ് പോലും നിറഞ്ഞുപോയി. അതുപോലെ ആ കുഞ്ഞ് ക്രൂരമായിട്ടുള്ള വേദന ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. അത് അനുഭവിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ആ അനുഭവിക്കുന്ന ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ആ കുഞ്ഞിന് കൊടുക്കേണ്ട കരുതലും സ്നേഹവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി അതിനെക്കുറിച്ച്? ഇല്ല. ആ പൊടിക്കുഞ്ഞ് അനുഭവിച്ചു, അതിൻ്റെ വേദന അനുഭവിച്ചു, അത് കഴിഞ്ഞു പോയി. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടും വെറുതെ ഒരു വാക്കുകൾ. അത് അനുഭവിച്ച വേദനയുടെ അത്രയും പോലും വരത്തില്ല നമ്മൾ പറയുന്ന വാക്കുകൾ. അതുകൊണ്ട് ഓരോ സംഭവം കഴിയുമ്പോഴും പറയും ഇനി ഇത് നടക്കരുത്, ഇനി നമ്മുടെ നാട്ടിൽ നടക്കരുത്. ഓരോ സംഭവം കഴിയുമ്പോഴും നമ്മൾ പറയും അതുപോലെ ആയിരിക്കരുത് ഇത്. ആ കുഞ്ഞിൻ്റെ രണ്ടാനച്ഛൻ, ഞാൻ അങ്ങനെ പറയുന്നില്ല, അവനും അവക്കും, അതായത് അതിൻ്റെ അമ്മയ്ക്കും പങ്കാളിക്കും തക്കതായ ശിക്ഷ നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നാളെയും ഇതുപോലെ ജീവനുകൾ പൊലിയും. നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. പൊടിക്കുഞ്ഞുങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നവർക്കും കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നു കളയുന്നവർക്കും തക്കതായ നിയമം, തക്കതായ ശിക്ഷയും കൊടുത്തിരിക്കണം.